ഈ കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്താണെന്നറിയോ? ജ്യോതി സ്കൂളിലേക്ക് വരുമ്പോൾ ഹോംവർക്ക് എന്ന് പറയുന്ന പരിപാടിയേ ഇല്ല എന്നുള്ളത്. ഞങ്ങൾ ആരംഭിച്ച സ്കൂളിൽ ഹോംവർക്ക് അന്നേ KG സെഷനിലും ഇല്ല, ഫസ്റ്റ് സെക്കൻഡിലും ഉണ്ടായിരുന്നില്ല. പതിയെ പതിയെ അത് തേർഡ് ഫോർത്ത് ഫിഫ്ത്തിലൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്തു. ഇപ്പോൾ ഈവൻ യഥാർത്ഥത്തിൽ 6, 7, 8 ക്ലാസ്സുകളിൽ പോലും കമ്പാരിറ്റീവ്ലി ഹോംവർക്ക് കുറവാണ്. നമ്മൾ ഓരോ ദിവസം കേൾക്കുന്ന വാർത്തകൾ, കുട്ടി ടെറസിന്റെ മുകളിൽ നിന്ന് താഴേക്ക് ചാടി, പഠനത്തിന്റെ അമിത ഭാരം, വീട്ടുകാരുടെ പ്രഷർ. നൂറുകണക്കിന് കുട്ടികൾ നമുക്ക് നഷ്ടപ്പെട്ടു. കുട്ടി ഒരുപാട് മെൻ്റലി ടോർച്ചർ ചെയ്യപ്പെടുകയാണ്. അവർ മൈൻഡ് ഒരുപാട് ഹർട്ട് ചെയ്യപ്പെടുകയാണ്. പഠിത്തം മാത്രമാണ്, അതിലൂടെ മാത്രമേ ജീവിതത്തിൽ എന്തിനും നേടാൻ പറ്റുള്ളൂ. അങ്ങനെയൊന്നുമില്ല. എന്തിനാണ് ഈ മാർക്ക്? ഞാൻ തമാശയ്ക്ക് ചിലപ്പോൾ ചോദിക്കാറുണ്ട്, ഇതെന്താ ഉപ്പിലിട്ട് വെക്കാനാണോ അതോ പുഴുങ്ങി തിന്നാനാണോ ചോദിക്കാറുണ്ട്. മാർക്ക് കുട്ടികൾ വാങ്ങും. കുട്ടി യഥാർത്ഥത്തിൽ എനിക്ക് സ്വയം തോന്നുക, എന്നെ ടീച്ചേഴ്സ് കുറ്റപ്പെടുത്തുന്നു, എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും നല്ല മാർക്ക് വാങ്ങുന്നുണ്ട്, എന്നോട് എൻ്റെ ഫ്രണ്ട്സിന് പോലും ഇപ്പോൾ പഴയതുപോലെ ഇഷ്ടമില്ല. ഈ കുട്ടികളെ അങ്ങ് ഒറ്റപ്പെടുത്തും. അമ്മയുടെ വഴക്ക്, അച്ഛൻ വീട്ടിലുണ്ടെങ്കിൽ അച്ഛനിൽ നിന്നുള്ള കുറ്റപ്പെടുത്തൽ, ഇതൊക്കെ പറയുമ്പോഴേക്കും കുട്ടിക്കുണ്ടാകുന്ന മനോവിഷമം പാരൻസ് ചിന്തിക്കാറില്ല. 10ാം ക്ലാസ്സിൽ ഭയങ്കരമായി മാർക്ക് കുറഞ്ഞു പോയി. അപ്പൊ അതുകൊണ്ട് തന്നെ +1 അഡ്മിഷൻ ഇല്ല. അറിയാവുന്ന എല്ലാ സ്കൂളുകളിലും പോയി അന്വേഷിക്കുകയാണ്. അച്ഛനും അമ്മയ്ക്കും അതിലും വലിയ ടെൻഷനാണ്. ഇതുകൊണ്ടായിരിക്കുമല്ലോ അച്ഛനും അമ്മയും മോനെ പഠിക്കുക മോളെ പഠിക്കുന്ന പറഞ്ഞ പുറകെ നടക്കുന്നത്. മാർക്ക് കൃത്യമായിട്ട് അവരെ ആഗ്രഹിക്കുന്ന പാരൻസ് സ്വപ്നം കാണാത്തതിനപ്പുറമായ മാർക്ക് വാങ്ങും. വളരെ ഡിബേറ്റബിൾ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഈ സ്കൂളുകളിൽ സെക്സ് എഡ്യൂക്കേഷൻ കൊണ്ടുവരേണ്ടതുണ്ടോ എന്നുള്ള കാര്യം. ഇപ്പം ഞാൻ ഓർക്കുന്നുണ്ട്, പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ ബയോളജിയിൽ ഇങ്ങനെ ഒരു റീപ്രൊഡക്റ്റീവിൻ്റെ പാഠം വരുമ്പോൾ ടീച്ചേഴ്സ് വളരെ വേഗമായിട്ട് അങ്ങ് പറഞ്ഞു തരും, ആ ബാക്കിയൊക്കെ നിങ്ങൾ തന്നെ പഠിച്ചോ എന്നുള്ള അവസ്ഥയാണ്. ഇപ്പോൾ കുട്ടികൾക്ക് ഇവയെല്ലാം പഠിക്കാനായിട്ടുള്ള സോഴ്സസ് റെഡിലി അവൈലബിൾ ആണ്. അവരുടെ കൈവശമുള്ള മൊബൈലിൽ നിന്നും മറ്റു ടാബിൽ നിന്നും ലാപ്ടോപ്പിൽ നിന്നും ഇവൻ യഥാർത്ഥത്തിൽ ബിഗ് സ്ക്രീനിൽ പോലും ഇതെല്ലാം നോക്കി കണ്ടുപഠിക്കാൻ അവർക്കൊരു മടിയില്ല. അതിലെല്ലാം തന്നെ കുട്ടികൾ പലതും മനസ്സിലാക്കുന്നത് തെറ്റായ കാര്യങ്ങളാണ്. സ്കൂളുകൾ നടത്തുക എന്ന് പറയുന്നത് കൊമേഴ്ഷ്യലി ഒരുപക്ഷെ പ്രോഫിറ്റബിൾ ആയിരിക്കും, അതുപോലെ തന്നെ ഇതിന് റിസ്ക് ഫാക്ടേഴ്സും ഉണ്ട്. വാസ്തവത്തിൽ ഇതിനകത്ത് പ്രോഫിറ്റ് എന്ന് പറയുന്നൊരു ഒരു ഒരു ഭാഗമില്ല എന്ന് വേണം പറയാം. കേരളത്തിൽ ബഹുഭൂരിപക്ഷ സ്കൂളുകളും സാമ്പത്തിക നഷ്ടത്തിൽ നടക്കുന്നുണ്ട്. എന്നാൽ സാമ്പത്തിക ലാഭമുള്ള സ്കൂളുകളും ഉണ്ട്. പക്ഷേ ഈ ലാഭം എന്ന് പറഞ്ഞിട്ട് അതിനകത്ത് പ്രോഫിറ്റ് എടുത്ത് ഇത്ര ലക്ഷം രൂപ ഓരോ വർഷവും അല്ലെങ്കിൽ ഇത്ര കോടി രൂപ ഓരോ വർഷവും മാറ്റാൻ കഴിയില്ല. അപ്പോൾ ഇങ്ങനെ വീണ്ടും വീണ്ടും അതിനകത്ത് അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഒരു സ്കൂൾസ് എന്ന് പറയുന്നത്, എസ്പെഷ്യലി സ്കൂൾസ് ഒരു പ്രോഫിറ്റ് മോട്ടീവോടുകൂടി പ്രോഫിറ്റ് ഓറിയൻറ്റഡ് ആയിട്ട് പ്രവർത്തിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിനൊരു 10, 15, 20 വർഷത്തെ ലൈഫേ കാണുള്ളൂ. അത് കഴിഞ്ഞാൽ സ്കൂള് ഉണ്ടാവില്ല, സ്കൂളേ കാണില്ല. ഹലോ എവ്രിവൺ, വെൽക്കം ടു ദ ഷോ. എൻ്റെ മകന് അല്ലെങ്കിൽ മകൾക്ക് ഏറ്റവും നല്ല വിദ്യാഭ്യാസം നൽകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് എല്ലാ മാതാപിതാക്കളും. അതിനുവേണ്ടി എത്ര പൈസ ചെലവാക്കാനും എല്ലാവരും തയ്യാറുമാണ്. പക്ഷേ എന്നാൽ ഇന്നത്തെ കാലത്ത് വിദ്യാഭ്യാസം ഒരു കച്ചവടവൽക്കരിക്കപ്പെടുന്ന കാലഘട്ടത്തിലും അത്തരത്തിൽ പോകില്ല എന്നുള്ള ഉറച്ച ഡിറ്റർമിനേഷനോട് കൂടി എന്നാൽ എല്ലാവിധ ഇന്നവേറ്റീവ് ഐഡിയാസും വിദ്യാഭ്യാസ രംഗത്തേക്ക് കൊണ്ടുവരുന്ന ജ്യോതിസ് ഗ്രൂപ്പ് ഓഫ് സ്കൂൾസിൻ്റെ ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ ജ്യോതിസ് ചന്ദ്രൻ സാറാണ് നമ്മുടെ കൂടെ ഉള്ളത്. സർ, വെൽക്കം ടു ദ ഷോ. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഈ ജ്യോതിസ് ഗ്രൂപ്പ് ഓഫ് സ്കൂൾസിനെ കുറിച്ച് അവിടെ പഠിക്കുന്ന കുട്ടികളോടോ അല്ലെങ്കിൽ പാരൻസിനോടോ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പ്രത്യേക രീതിയിലാണ് അവിടുത്തെ ഒരു വിദ്യാഭ്യാസ സമ്പ്രദായം പോകുന്നത് എന്ന് കേട്ടിട്ടുണ്ട്. അതെന്താണ് ആ ഒരു പ്രത്യേകത എന്ന് സാറിനോട് ചോദിച്ചു കഴിഞ്ഞാൽ സാർ എന്ത് പറയും? രക്ഷിതാക്കൾക്ക് അമിതമായ ഭാരം ഏൽപ്പിക്കുന്നില്ല പ്രധാനമായിട്ട്. 2, കുട്ടികൾക്ക് അവര് വളരെ ജോയ്ഫുൾ ആയിട്ട് പഠിക്കാനുള്ളൊരു അന്തരീക്ഷം ഞങ്ങളുടെ സ്കൂളിൽ സൃഷ്ടിച്ചു കൊടുക്കുന്നു. അപ്പൊ അതുകൊണ്ട് കുട്ടികൾ സ്കൂളിൽ വരാൻ അവർ വലിയ താല്പര്യം കാണിക്കും. അവർക്ക് രാവിലെ പലപ്പോഴും കുട്ടികൾ സ്കൂളിൽ പോകാൻ റെഡിയാകാതെ അവരുടെ ബെഡ്റൂമിൽ അടച്ചിരിക്കുക, അല്ലെങ്കിൽ ടോയ്ലറ്റിനകത്ത് പുറത്തിറങ്ങാതിരിക്കുക, അങ്ങനെ ഇഷ്യൂ ഉണ്ടാവില്ല. സാറ്റർഡേ സൺഡേ കൂടി സ്കൂളിൽ കൂടെ പറയും. ഞാനൊക്കെ പണ്ട് കുഞ്ഞായിരുന്നപ്പോഴേ സ്കൂളിൽ പോകണ്ടെന്നുള്ളതായിരുന്നു രാവിലത്തെ ഒരു 2-2.5 മണിക്കൂർ കരച്ചിലിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് ഈ ജ്യോതിസ് ഗ്രൂപ്പ് ഓഫ് സ്കൂൾസ് തിരുവനന്തപുരം എന്ന് പറയുന്ന ജില്ലയിലാണ് നമ്മൾ നോക്കുമ്പോൾ 10ഓളം സ്കൂളുകൾ ഉള്ളത്? അതെന്തുകൊണ്ടാണ് തിരുവനന്തപുരം എന്ന് പറയുന്ന ജില്ലയിൽ മാത്രമായിട്ട് ഒതുങ്ങി നിൽക്കുന്നത്? എന്നെ സംബന്ധിച്ച് ഞാൻ ട്രിവാൻഡ്രത്തിനകത്ത് നിൽക്കുന്നത്, എനിക്ക് ആ സ്കൂളിൽ നേരിട്ടുള്ളൊരു
ആക്സസിബിലിറ്റി വേണമെന്നുള്ളതുകൊണ്ടാണ്. ഇപ്പം ഞാൻ കുറേ ബ്രാഞ്ചസ് ഇങ്ങനെ തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെയുള്ള ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്, പേര് പറയുന്നില്ല. അപ്പോൾ അതുപോലെ തുടങ്ങിയാൽ ജ്യോതിഷുള്ളൊരു റെപ്യൂട്ടേഷൻ്റെ പേരിൽ അത് വിജയിച്ചെന്നിരിക്കാം. പക്ഷേ അവിടെ കുട്ടികൾക്ക് ജ്യോതിസിൽ കഴക്കൂട്ടത്ത്, ആറ്റിങ്ങൽ, വർക്കല എന്നീ സ്ഥാപനങ്ങളിലും അതുപോലെ പ്രൈമറി സ്കൂളുകളിലും ഒക്കെ കൊടുക്കുന്ന അതേ ഒരു ക്വാളിറ്റി എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യാൻ മറ്റ് ജില്ലകളിൽ, മറ്റ് പ്രദേശങ്ങളിൽ സാധിച്ചെന്ന് വരില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നേടിയെടുത്തുള്ളൊരു ഗുഡ് വില്ലുണ്ട്. ആ ഗുഡ് വില്ല് അതിൻ്റെതായ ഒരു ക്വാളിറ്റി കിട്ടിക്കൊണ്ടിരിക്കുന്ന അക്സെപ്റ്റൻസും നഷ്ടപ്പെട്ടു പോകുമെന്നൊരു ഭയം. അത് ചിലപ്പോൾ എൻ്റെ വെറുതെ ഒരു ആശങ്ക ആവാം. ഭാവിയിൽ ഒരു പക്ഷേ ഏതെങ്കിലും തരത്തിൽ തുടങ്ങി കൂടായികയും ഇല്ല. അത് മനസ്സിലായി. ഈ കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്താണെന്നറിയോ? ജ്യോതി സ്കൂളിലേക്ക് വരുമ്പോൾ ഹോംവർക്ക് എന്ന് പറയുന്ന പരിപാടിയേ ഇല്ല എന്നുള്ളത്. അതെന്തുകൊണ്ടാണ്? ഏത് സ്കൂളിൽ പോയാലും ഹോംവർക്ക് കൊടുത്തു വിടാത്തൊരു സ്കൂള് എൻ്റെ ഓർമ്മയിലേ ഇല്ല. അപ്പൊ എന്തുകൊണ്ടാണ് അങ്ങനെ? ഇത് വാസ്തവത്തിൽ ഇപ്പൊ പുതുതായിട്ട് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ഒരു 7-8 വർഷങ്ങൾക്ക് മുമ്പ് ചെന്നൈ ഹൈക്കോടതിയുടെയും അത് കഴിഞ്ഞ് സുപ്രീം കോടതിയുടെയും ഒക്കെ പരാമർശങ്ങളുണ്ട് ഇങ്ങനെ ഹോംവർക്ക് ഭാരമേൽപ്പിക്കാൻ പാടില്ല എന്നൊക്കെ. പക്ഷെ 2004 മുതൽ ഞങ്ങൾ ആരംഭിച്ച സ്കൂളിൽ ഹോംവർക്ക് അന്നേ KG സെഷനിലും ഇല്ല, ഫസ്റ്റ് സെക്കൻഡിലും ഉണ്ടായിരുന്നില്ല. പതിയെ അത് 3rd 4th 5th ഇംപ്ലിമെൻറ്റ് ചെയ്തു. ഇപ്പോൾ ഈവൻ യഥാർത്ഥത്തിൽ 6, 7, 8 ക്ലാസ്സുകളിൽ പോലും കമ്പാരിറ്റീവ്ലി ഹോംവർക്ക് കുറവാണ്. അത് തന്നെയാണ് കുട്ടികൾക്ക് സ്കൂളിൽ വരാനുള്ള ഒരു താല്പര്യം, പ്രചോദനം ഉണ്ടാകുന്നത്. ബിക്കോസ് അവർക്ക് ഒരു ബേർഡനും ഇല്ല. വീട്ടിൽ ചെല്ലുമ്പോൾ പാരൻസ് പിടിച്ചിരുത്തി, എടാ നീ അത് പഠിക്കടാ, അതല്ല എഴുതടാ എന്ന് പറഞ്ഞ് ഇങ്ങനെ അവരോട് വാസ്തവം ഞാനിപ്പോൾ എഴുതി എന്ന് പറഞ്ഞ് ആ വാക്ക് പോലും കുട്ടികൾക്ക് ഇഷ്ടമല്ല. അവർ ആ കുട്ടികൾ എന്ന് പറയുന്നൊരു വ്യക്തിയാണ്. ആ കുട്ടികളെ അച്ഛനമ്മമാരും ടീച്ചേഴ്സും സമൂഹത്തിലുള്ള മുതിർന്നവരെല്ലാവരും കുട്ടികളെ ബഹുമാനിക്കണം. അതൊരു ജ്യോതിസ് കൾച്ചറാണ്. പക്ഷേ സാറേ അത് എത്രമാത്രം പോസിബിൾ ആവും? കാരണം ഹോംവർക്കും അല്ലെങ്കിൽ സ്കൂൾ കഴിഞ്ഞ് വന്നു കഴിഞ്ഞാലുള്ള ട്യൂഷനും ഇങ്ങനെയൊക്കെയുള്ള കുറേ ബേർഡൻ ആണല്ലോ ഒരുമാതിരിപ്പെട്ട എല്ലാ സ്കൂളുകളും കൊടുക്കുന്നത്. ഇങ്ങനെ കൊടുത്താൽ മാത്രമേ കുട്ടി ഇതെല്ലാം പഠിക്കുകയുള്ളൂ എന്നാണ് ഇവരുടെയൊക്കെ ചിന്താഗതി. അപ്പോൾ ഈ മറ്റ് സ്കൂളുകളിലെ കുട്ടികളെ അപേക്ഷിച്ച് ഈ കുട്ടികൾ ഇവരുമായിട്ട് എങ്ങനെയാണ് ബാലൻസ് ചെയ്ത് പോകുന്നത്? ഇപ്പം മാഡം പറഞ്ഞത് ഒരു പഴയൊരു കൺസെപ്റ്റാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു ഞങ്ങൾ മാത്രമല്ല, ഒരുപാട് സ്കൂളുകൾ അങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം കാലത്തിൻ്റെ ഒരു ആവശ്യമാണ്, നീഡ് ഓഫ് ദ അവർ എന്ന് പറയുന്നത് പോലെ. തീർച്ചയായിട്ടും അതുകൊണ്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം കുട്ടികളെ അതല്ലെങ്കിൽ കുട്ടികൾ സ്കൂളിനോട് ഭയങ്കര വെറുപ്പും പഠനത്തിനോട് വല്ലാതെ വിമുഖതയും കാണിക്കും. സാറേ എന്തൊക്കെ പറയുമ്പോഴും നമ്മൾ കുട്ടികൾക്ക് ഒരുപാട് പ്രഷർ കൊടുക്കുന്നില്ല, പല സ്കൂളുകളും ആ രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണെന്നൊക്കെ പറയുമ്പോഴും നമ്മൾ ഓരോ ദിവസം കേൾക്കുന്ന വാർത്തകൾ, കുട്ടി ടെറസിന്റെ മുകളിൽ നിന്ന് താഴേക്ക് ചാടി, പഠനത്തിന്റെ അമിത ഭാരം, വീട്ടുകാരുടെ പ്രഷർ, പഠിക്കുന്നില്ല എന്നുള്ള പ്രഷർ, ഇതൊക്കെ ഇങ്ങനെയൊക്കെയുള്ള വാർത്തകളാണ് ഡെയിലി കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു ജ്യോതിസ് ഗ്രൂപ്പ് ഓഫ് സ്കൂൾസിന്റെ ഒരു ചെയർമാൻ എന്നുള്ള നിലയിൽ സാർ എന്തായിരിക്കും കുട്ടികളോട് അല്ലെങ്കിൽ പാരൻസിനോട് പറഞ്ഞു കൊടുക്കാറുള്ളത്, ഒരു അഡ്വൈസ് കൊടുക്കാറുള്ളത്? എൻ്റെ ഒരു കാഴ്ചപ്പാട്, ഞാനഥവാ എൻ്റെ ഇത്രയും വർഷങ്ങളിലെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞാൽ, ചെറിയ പ്രായത്തിൽ ഞാൻ നേരത്തെ മേഡം സൂചിപ്പിച്ചല്ലോ, പാരൻസ് ഹോംവർക്ക് ഇല്ലെങ്കിൽ പാരൻസ് ഹാപ്പി ആവില്ല, അല്ലെങ്കിൽ സ്കൂളുകാർ കുട്ടികൾ പഠിക്കണമെങ്കിൽ ഹോംവർക്ക് കൊടുത്ത് അത് അവർ അടുത്ത ദിവസം എഴുതിക്കൊണ്ട് വന്ന് അത് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ കുട്ടി പഠിച്ചു എന്ന്, പഠിപ്പിച്ച പാഠഭാഗങ്ങൾ വീട്ടിൽ പോയി പഠിച്ചു എന്ന് ഉറപ്പുവരുത്തുന്നു അധ്യാപകർ തയ്യാറാകുന്നുള്ളൂ. പാരൻസും അതിലൂടെ മാത്രമേ തൃപ്തരാകുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു പ്രക്രിയ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ൻ്റെ ഫലമായിട്ടാണ് ഈ ഒരു ഏജ് ഗ്രൂപ്പിൽ എത്തുമ്പോൾ, അഡോളസൻ്റ് ഏജിൻ്റെ ഒരു പീക്ക് ടൈമാണ് തീർച്ചയായിട്ടും 9, 10, 11. ഈ കഴിഞ്ഞ മാസങ്ങളിൽ തന്നെ എത്രയോ കുട്ടികൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം എടുത്തു കഴിഞ്ഞാൽ 100 കണക്കിന് കുട്ടികൾ നമുക്ക് നഷ്ടപ്പെട്ടു. അത് സംഭവിച്ചു പോകുന്നതായിട്ട് മനസ്സിലാക്കേണ്ടത്, ഈ കുട്ടിയെ ചെറിയ പ്രായത്തിൽ ഇങ്ങനെ സ്ട്രെസ്സ് കൊടുത്ത് ഒരുപാട് പഠിത്തം മാത്രമാണ്, അതിലൂടെ മാത്രമേ ജീവിതത്തിൽ എന്തെങ്കിലും നേടാൻ പറ്റുള്ളൂ. അങ്ങനെയൊന്നുമില്ല, ഒരിക്കലുമില്ല. അവർക്ക് ജസ്റ്റ് ഒരു ആവശ്യത്തിനുള്ളൊരു വിദ്യാഭ്യാസം വേണം. അതവർക്ക് ഈ സ്കൂളിൽ പോകുമ്പോൾ കിട്ടുന്നുണ്ട്. അതിൽ കിട്ടുന്ന മാർക്കിന് വലിയ പ്രാധാന്യമൊന്നുമില്ല. ഇപ്പം 100-ന് 99 ആയാൽ അല്ലെങ്കിൽ 80-ന്, പലപ്പോഴും സബ്ജക്റ്റിൻ്റെ മാർക്ക് എന്ന് പറയുന്നത് 80 മാർക്കിന് നടത്തുന്നത് 20 മാർക്സ് ഇൻ്റർണൽ അസസ്മെൻറ്റ്, 80-ന് 79 വേണം പാരൻസിന്, 79 വേണം, അല്ലെങ്കിൽ 71, 72, 73, 70-ന് മുകളിലായാൽ പോലും തൃപ്തരല്ല. ബാക്കി എന്തുകൊണ്ട് തെറ്റിച്ചു, എന്തുകൊണ്ട് നീ എന്നോട് ഇന്നലെ എല്ലാ ഉത്തരവും പറഞ്ഞതല്ലേ, ഈ പഠിപ്പിച്ചതല്ലേ ചോദിച്ചിരിക്കുന്നത്, ഫസ്റ്റ് എടുത്ത് ചോദിക്കുക. അപ്പം ഇങ്ങനെ ചോദിക്കുമ്പോൾ കുട്ടി ഒരുപാട് മെൻ്റലി ടോർച്ചർ ചെയ്യപ്പെടുകയാണ്. അവർക്ക് ഒരുപാട് മൈൻഡ് ഒരുപാട് ഹർട്ട് ചെയ്യപ്പെടുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും
ഞാൻ കരുതാറുള്ളത് ഈ അമ്മയുടെ സ്നേഹമാണ് കുട്ടി ഏറ്റവും അധികം എപ്പോഴും ഏത് പ്രായത്തിലും. അപ്പോൾ ആ മാതാവ് 14, 15, 16, 17 വയസ്സുള്ള കുട്ടികളോട് ആ വാത്സല്യവും സ്നേഹവും ഇല്ല എന്ന് കുട്ടിക്ക് തോന്നിപ്പോകുന്ന സാഹചര്യങ്ങളാണ് ഈ മാർക്കിൻ്റെ പേരിലുള്ള കുട്ടികളോടുള്ള ഒരു വളരെ തെറ്റായ രീതിയിൽ കുറ്റപ്പെടുത്തുന്ന. മാർക്ക് കിട്ടാത്തതിൻ്റെ പേരിൽ വാസ്തവത്തിൽ അടി കൊടുത്താൽ ഒരു കുഴപ്പമില്ല. കുറച്ച് നേരം അമ്മ എന്നെ അടിച്ചല്ലേ, എനിക്ക് നല്ല അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം ഇത്. പക്ഷെ മനസ്സിനെ ഹർട്ട് ചെയ്യുന്ന ഭയങ്കരമായ മെൻ്റൽ ഹാർട്ട് ഉണ്ടാക്കുന്ന, മനസ്സിനെ മുറിവേൽപ്പിക്കുന്നത് ആ വ്രണം, അത് വലിയ വ്രണമായിട്ട് മാറും. അത് കുട്ടിയെ വല്ലാതെ ഇങ്ങനെ ഹോണ്ട് ചെയ്യും. അപ്പോൾ അത് കഴിയുമ്പോൾ കുട്ടി യഥാർത്ഥത്തിൽ എനിക്ക് സ്വയം തോന്നുക, എന്നെ എൻ്റെ ടീച്ചേഴ്സ് കുറ്റപ്പെടുത്തുന്നു, എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും നല്ല മാർക്ക് വാങ്ങുന്നുണ്ട്, എന്നോട് എൻ്റെ ഫ്രണ്ട്സിന് പോലും ഇപ്പോൾ പഴയതുപോലെ ഇഷ്ടമില്ല, അവർ ഭയങ്കര പലരും ചിലപ്പോൾ ഭയങ്കര പൊസസീവ് ആവും, ഈ കുട്ടികളെ അങ്ങ് ഒറ്റപ്പെടുത്തും. അപ്പോൾ ഈ കുട്ടിയെ അങ്ങ് ഒറ്റപ്പെടുകയാണ്. അപ്പോൾ സ്കൂളിൽ വന്നാൽ കുട്ടികൾ ഒറ്റപ്പെടുത്തുന്നു, ടീച്ചേഴ്സ് എന്നെ കുറ്റപ്പെടുത്തുന്നു, ടീച്ചേഴ്സ് എന്നെ എൻ്റെ മാർക്ക് കുറഞ്ഞതിൻ്റെ പേരിൽ വഴക്ക് പറയുന്നു. വീട്ടിൽ ചെല്ലുമ്പോൾ അമ്മയുടെ വഴക്ക്, അച്ഛൻ വീട്ടിലുണ്ടെങ്കിൽ അച്ഛനിൽ നിന്നുള്ള കുറ്റപ്പെടുത്തൽ, ഇതൊക്കെ പറയുമ്പോഴൊക്കെ കുട്ടിക്കുണ്ടാകുന്ന മനോവിഷമം പാരൻസ് ചിന്തിക്കാറില്ല. കാരണം അവർക്ക് ഒരിക്കലും വേറൊരു കുട്ടിയായിട്ട് കമ്പയർ ചെയ്യുന്നത് ഇഷ്ടമേ അല്ല. കുട്ടികളെ സംബന്ധിച്ച് കുട്ടികൾക്ക് അവരുടെ ഫ്രണ്ട്സ് എന്ന് പറയുന്നവരുടെ ജീവനാണ്. അവർ മാർക്കിൻ്റെ അടിസ്ഥാനത്തിലല്ല കൂട്ടുകൂടുന്നത്. കുട്ടികൾക്ക് അവർക്ക് ഇഷ്ടമുള്ള അവരുടേതായിട്ടുള്ള കുറേ സ്വഭാവ സവിശേഷത, സമാനതകൾ ഉണ്ടാകുന്ന കുറേ പേര് അവർ കണ്ടുപിടിക്കും. അവർക്ക് വേറെ ഒന്നും അവരുടെ ഈ കണ്ടെത്തുന്ന കൂട്ടുകാരുടെ മറ്റ് പശ്ചാത്തലം ഒന്നും അവർ അന്വേഷിക്കില്ല. അപ്പോൾ ആ കൂട്ടുകാരെയാണ് ഈ അമ്മ, അവൾ കാരണമാണ് നീ മാർക്ക് കുറഞ്ഞത്, അവൻ കാരണമാണ് നിനക്ക് ഇങ്ങനെയുള്ള കുറേ വേണ്ടാത്ത കൂട്ടുകെട്ടുകളുണ്ട്, അത് നീ ആദ്യം അവസാനിപ്പിക്കണം. ഇങ്ങനെയുള്ള കുറേ കുറ്റപ്പെടുത്തൽ കേട്ട് കഴിയുമ്പോൾ കുട്ടി സ്വയം, ഈ പ്രായത്തിലെ കുട്ടി പോലും ഞാനിനി എന്തിനാണ് ജീവിക്കുന്നത്, എൻ്റെ അമ്മയ്ക്ക് എന്നെ ഇഷ്ടമല്ല, എൻ്റെ അച്ഛനെന്നെ ഇഷ്ടമല്ല, എൻ്റെ ടീച്ചർമാർക്ക് എന്നെ വല്ലാതെ ഇഷ്ടമുണ്ടായിരുന്നു, മാർക്ക് കുറഞ്ഞപ്പോൾ എൻ്റെ ടീച്ചർമാർക്കെൻ്റെ ഇഷ്ടമല്ല, എൻ്റെ കൂട്ടുകാർക്കും എന്നെ ഒറ്റപ്പെടുത്തുന്ന ഒരു സമീപനമാണ്. ഇത് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് കുട്ടി, വാസ്തവത്തിൽ പലരും അറിയുന്നുണ്ടാവില്ല, ഒറ്റയ്ക്ക് വീട്ടിൽ മുറിക്കകത്ത് അവർ വിചാരിക്കുന്നത് എന്താ, ഫുൾ ടൈം മൊബൈലിൽ അല്ലെങ്കിൽ ലാപ്ടോപ്പിലൊക്കെ ആണെന്നുള്ള കുറ്റപ്പെടുത്തലായിരിക്കും വീണ്ടും. പക്ഷെ കുട്ടി സ്വാഭാവികമായിട്ട് സ്വയം നീറി സങ്കടം കൊണ്ട് കണ്ണീര് വറ്റിപ്പോകുന്ന രീതിയിൽ അവർ മനസ്സ് വേദനിക്കുന്നുണ്ടാവാം. അതാണ് ഒടുവിൽ ഒരു പക്ഷേ വീട്ടിൽ തന്നെ ഒരു സൂയിസൈഡിനുള്ളൊരു സാഹചര്യം കണ്ടെത്തി ചെയ്യുന്നു. അല്ലെങ്കിൽ സ്കൂളിലെത്തപ്പോൾ മറ്റെന്തെങ്കിലും ഒരു ഇൻസിഡൻറ്റ് പെട്ടെന്നുണ്ടാവും. സൂയിസൈഡ് എന്ന് പറയുന്നതൊക്കെ തന്നെ നൈമിഷികമാണ്. ആ നൈമിഷികം എന്ന് പറയുന്നതിനകത്ത് ആണ് നമ്മൾ ഒടുവിൽ പോലീസ് അന്വേഷണം ചെന്നെത്തുന്നത്. ആ ഒരു കാര്യത്തിലായിരിക്കാം. എന്തെങ്കിലും ഒരു ലവ് അഫെയർ ആവാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ലഹരി ഉപയോഗിച്ചതിൻ്റെ പേരിലുള്ളതാവാം, എന്തെങ്കിലും ഒരു കാരണം സ്വാഭാവികമായിട്ടും കണ്ടെത്താം. പക്ഷെ അതല്ല ഞാൻ വിശ്വസിക്കുന്നത്. ഒരിക്കലും ഒരു കുട്ടിയും അങ്ങനെ ചിന്തിക്കാനോ അത്തരത്തിൽ ജീവിതം സ്വയം ഹോമിക്കാനോ ഒന്നും അതിനുള്ളൊരു മനോബലം അവർക്ക് വേണ്ടേ. ആത്മഹത്യ എന്ന് പറയുന്നത് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമല്ലല്ലോ. അപ്പോൾ അതിന് മനസ്സിനൊരു ബലം വേണം. ആ മനോബലം എന്ന് പറയുന്നത് കുറേ നാളുകൾ കൊണ്ടുള്ള ഒറ്റപ്പെടലിൽ നിന്ന് അവർ അങ്ങനെ ഒരു മാനസികാവസ്ഥയിലേക്ക് എത്തിച്ചേരും. അപ്പോൾ അത് അങ്ങനെ കടന്നു പോകുമ്പോൾ ഈ അമ്മയ്ക്കാണ് ഏറ്റവും കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്, എൻ്റെ മോൾക്ക് എന്തോ വിഷമമുണ്ട്, എൻ്റെ മോൾക്കൊരു എന്തോ മനസ്സ് വേദനിക്കുന്നുണ്ട്. അത് വളരെ സ്നേഹത്തോടു കൂടി ചോദിച്ച് മനസ്സിലാക്കി, മോനെ വിഷമിക്കണടാ, നമുക്ക് ഇതൊക്കെ ശരിയാക്കടാ, മോൾ എന്തിനാടാ സങ്കടപ്പെടുന്നത്, അല്ല എൻ്റെ മോളല്ലേ, എൻ്റെ കുട്ടനല്ലടാ എന്ന് ഭയങ്കര ഇഷ്ടത്തോടെ സംസാരിച്ച് തീർന്നു. അത് മാറി. പക്ഷെ ഈ ഒരു സ്നേഹവും ഈ ഒരു ആ ഒരു തരത്തിലുള്ളൊരു സമീപനവും പലപ്പോഴും അമ്മമാർക്ക് നഷ്ടപ്പെടുന്നു. കാരണം അമ്മ അതിനേക്കാൾ ട്രോമയിലാണ്, അച്ഛൻ അതിനേക്കാൾ ട്രോമയിലാണ്. ആ ട്രോമ എന്തിൻ്റെ അടിസ്ഥാനത്തില്ല? മോള് മാർക്കാകുന്നതിൻ്റെ പേരില്ല, മോള് മോഡൽ എക്സാമിനേഷന് തോറ്റതിൻ്റെ പേരില്ല. എന്തിനാണ് ഈ മാർക്ക്? ഞാൻ തമാശയ്ക്ക് ചിലപ്പോൾ ചോദിക്കാറുണ്ട്, ഇതെന്താ ഉപ്പിലിട്ട് വെക്കാനാണോ അതോ പുഴുങ്ങി തിന്നാനാണോ ചോദിക്കാറുണ്ട്. മാർക്ക് കുട്ടികൾ വാങ്ങും. മാർക്ക് കൃത്യമായിട്ട് അവരെ ആഗ്രഹിക്കുന്ന പാരൻസ് സ്വപ്നം കാണാത്തതിനപ്പുറമായ മാർക്ക് വാങ്ങും. അവരെ കുട്ടികൾക്ക് പരീക്ഷ സപ്പോർട്ട് ചെയ്ത. കാരണം ഞങ്ങളുടെ സ്കൂളിൽ ഇതുപോലെ ഒരുപാട് കുട്ടികൾ അവസാന നിമിഷം സ്കൂളിൽ വരാത്തവരായിട്ടുണ്ടാവും, ക്ലാസ്സിൽ റെഗുലറായിട്ട് അല്ലെങ്കിൽ ഇതുപോലെ ഒരു വർക്കും ചെയ്യാത്തവരായിട്ട്. അപ്പോൾ ടീച്ചേഴ്സിന് സങ്കടമാണ്.
പാരൻസ് അതിനേക്കാൾ സങ്കടമാണ്. അതെ. അപ്പം ഞാൻ പറയും നിങ്ങളൊക്കെ എന്തിനാ സങ്കടപ്പെടുന്നേ? അവർ റിസൾട്ട് വരട്ടെ. അയ്യോ സാർ കഴിഞ്ഞ വർഷത്തതുപോലല്ല, നിങ്ങൾ കഴിഞ്ഞ വർഷം ഇത് തന്നെയല്ലേ പറഞ്ഞത്, കഴിഞ്ഞ 30 വർഷത്തെ പോലെ അല്ല എന്ന്. പക്ഷെ അവിടെ സാറേ ഞാനൊരു ഡൗട്ട് ചോദിക്കട്ടെ. സാർ ഇപ്പൊ ചോദിച്ചില്ലേ എന്തിനാണ് മാർക്ക് വാങ്ങുന്നത്, നമ്മൾ ഉപ്പിലിട്ട് വെക്കാനാണോ എന്ന് ചോദിക്കുന്നിടത്ത്, എൻ്റെ ഒരു സുഹൃത്ത് 10ാം ക്ലാസ്സിൽ ഭയങ്കരമായി മാർക്ക് കുറഞ്ഞു പോയി. അപ്പോൾ അതുകൊണ്ട് തന്നെ +1 അഡ്മിഷൻ ഇല്ല. അറിയാവുന്ന എല്ലാ സ്കൂളുകളിലും പോയി അന്വേഷിക്കുകയാണ്. അച്ഛനും അമ്മയ്ക്കും അതിലും വലിയ ടെൻഷനാണ്. ഇതുകൊണ്ടായിരിക്കുമല്ലോ അച്ഛനും അമ്മയും മോനെ പഠിക്കുക മോളെ പഠിക്കുന്ന പറഞ്ഞ് പുറകെ നടക്കുന്നത്. അപ്പോൾ അത് ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ കുട്ടിക്ക് ഇത് പ്രഷർ ആവുകയാണല്ലോ. ആ പ്രഷറെങ്കിലും നമ്മൾ കുട്ടിക്ക് കൊടുക്കേണ്ടതുണ്ടോ, അല്ലെങ്കിൽ കൊടുക്കുന്നത് ശരിയാണോ? മാഡം പറഞ്ഞത് 100% ഒരു 15 വർഷങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ 10 വർഷങ്ങൾക്ക് മുമ്പ് വരെ ശരിയായിരുന്നു. ഇപ്പം അത് ശരിയല്ല. ഇപ്പം 10th എന്ന് പറയുന്ന ഒരു സെപ്പറേറ്റ് ലെവലല്ല. 9, 10, 11, 12 എന്ന് പറയുന്ന ഒരു കമ്പൈൻഡ് ഒരിതാണ്. പണ്ട് ഞങ്ങളൊക്കെ പ്രീഡിഗ്രി പഠിച്ചിരുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് ഇതുപോലെ കോളേജിലെല്ലാം അഡ്മിഷൻ വേണമെങ്കിൽ 10ാം ക്ലാസ്സിന് മാർക്ക് വേണം. ഇപ്പോൾ 10ാം ക്ലാസ്സുള്ള അതേ സ്കൂളിൽ 11നും 12നും പഠിക്കാൻ ഇനി സ്കൂൾ മാറി വേറൊരു സ്കൂളിൽ പോയാലും ഞങ്ങൾ മാർക്ക് നോക്കാറില്ല. നമ്മൾ മാർക്കല്ല പിന്നെ എന്താ നമ്മളുടെ ഒരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത്? ആ കുട്ടിക്ക് കുട്ടിയെ നമുക്ക് പരസ്പരം സംസാരിക്കുമ്പോൾ കുട്ടിയുടെ കുറേ കൾച്ചർ, അവരുടെ ഒരു എന്താ പറയുക രീതികൾ, അവരുടെ ഒരു വേ ഓഫ് ടോക്ക്, അവരുടെ ഒരു എന്താ പറയുക സ്കൂളിൽ വരുമ്പോഴേക്കും ആ കുട്ടിയുടെ ഒരു നമ്മളോടുള്ള സമീപനം, ക്യാരക്ടർ, നേച്ചറൊക്കെ ഇത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെയൊക്കെ കുറേ പോസിറ്റീവ്സ് ആയിട്ടുള്ള കുട്ടികൾ എല്ലാവരും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ ഒരു പക്ഷേ ഇനി അങ്ങനെയൊന്നും അല്ല, കുറേ സ്വഭാവദൂഷ്യങ്ങൾ കാണിച്ചിട്ടുണ്ട്, കുറേ അരുതായ്മകൾ മറ്റു സ്കൂളിൽ കാണിച്ചിട്ടുണ്ട്. നമുക്കിവിടെ കൊണ്ടുവന്ന് നന്നാക്കിയെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. ഏത് സ്കൂളിലും ഏത് ടീച്ചേഴ്സിനെ കൊണ്ട് നന്നാക്കാൻ പറ്റും. ടീച്ചേഴ്സിനെ കൊണ്ട് നന്നാക്കാൻ കഴിയാത്ത ഒരു കുട്ടിയും ഭൂമുഖത്തില്ല. അതെ, തീർച്ചയായിട്ടും. അല്ല അതെങ്ങനെ നമുക്ക് ഒരു ടീച്ചർക്ക് ഒരു 30-40 കുട്ടികളെ നോക്കാനുണ്ടാവും ഒരു ക്ലാസ്സിൽ തന്നെ. ഇത് ഓരോ കുട്ടിക്കും നമുക്ക് സ്പെഷ്യൽ അറ്റൻഷൻ കൊടുക്കാൻ പറ്റൂ? ഇതിനകത്ത് 30 കുട്ടികളോ 40 കുട്ടികളോ ആയിക്കോട്ടെ, അതിനകത്ത് ഒരു 70-80% കുട്ടികൾ എന്ന് പറഞ്ഞാൽ 20-25 അല്ലെങ്കിൽ 30 കുട്ടികളോ 32 കുട്ടികളോ പക്ക പെർഫെക്റ്റ് ആണ്. അവർക്ക് സ്പെഷ്യൽ അറ്റൻഷൻ ഒന്നും ആവശ്യമില്ല. അല്ലാതെ അറ്റൻഷൻ വേണ്ടവരാരൊക്കെ എന്നുള്ളത് ആദ്യത്തെ 1-2 ആഴ്ച കൊണ്ടോ ഒരു മാസത്തിനുള്ളിൽ, ഒരു ജൂൺ മാസത്തിനുള്ളിൽ തന്നെ മനസ്സിലാകും. ഇവന് ഇച്ചിരി കുഴപ്പക്കാരനാണ്, അവള് പ്രശ്നക്കാരിയാണ് എന്ന് കണ്ടു കഴിഞ്ഞാൽ ഒരു ദിവസം വിളിച്ച് സ്നേഹത്തോടെ ക്ലാസ് റൂമിൽ വെച്ച് സംസാരിക്കണം, വേണ്ടെന്നല്ല. ബട്ട് അല്ലാതെ പ്രൈവറ്റായിട്ട് സ്റ്റാഫ് റൂമിലോ മറ്റൊരു പ്രൈവറ്റ് പ്ലേസിലോ അല്ലെങ്കിൽ ഗ്രൗണ്ടിലോ എവിടെ വെച്ച് മോളെ എന്താ മോൾക്ക് എന്താ പറ്റി, മോള് വളരെ ഇതായിട്ട് കാണുന്നല്ലോ, അല്ലെങ്കിൽ മോന് എന്താ മോൻ്റെ പ്രശ്നം എന്താണ് മോനെ എന്നോട് പറ. ആദ്യത്തെ ദിവസം പറയില്ല, രണ്ടാമത്തെ ദിവസം അടുത്ത ദിവസം തന്നെ അല്ല, പിന്നെ വീണ്ടും ഒരു 2-3 ദിവസം വെറുതെ വിട്ടേക്കുക. ഈ ഫുൾ ഫ്രീഡം. അതിന് വീണ്ടും ഒരു ദിവസം സ്നേഹത്തോടെ എന്തെങ്കിലും സന്ദർഭം കിട്ടും, സാഹചര്യം കിട്ടും, അവൻ തന്നെ നമ്മൾ ഉണ്ടാക്കി തരും. അപ്പോൾ അതിനെ വെച്ചുകൊണ്ട് വിളിച്ചിരുത്തി പൊന്നെ മോളെ ചക്കരി പറഞ്ഞ് ഇച്ചിരിയൊക്കെ ഒന്ന് കവിളിലൊക്കെ ഒന്ന് പിടിച്ച് സ്നേഹിച്ച് ഒക്കെ സംസാരിച്ച് എല്ലാം മണി പോലെ പറയും, വിഷമങ്ങളെല്ലാം പറയും. വാസ്തവത്തിൽ രക്ഷിതാക്കൾ അറിയുന്നുണ്ടോയെന്ന് ഉള്ളത് എനിക്കറിയില്ല. കേരളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള സ്കൂളുകളിലെ അധ്യാപകർക്ക് ഓരോ കുട്ടിയുടെയും വീട്ടിലെ അച്ഛൻ എങ്ങനെയുള്ള ഒരാളാണ്, അച്ഛൻ നല്ല സ്നേഹമുള്ള ആളാണോ, ഭയങ്കര സ്ട്രിക്റ്റ് ആണോ, അതോ മദ്യപാനിയാണോ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നല്ല ദുശീലങ്ങളുള്ള ആളാണോ, അമ്മ എങ്ങനെയുള്ള ആളാണ്, അമ്മയും അച്ഛനും തമ്മിലുള്ള റിലേഷൻ, ഇതെല്ലാം ടീച്ചേഴ്സിന് അറിയാം. എല്ലാ സ്കൂളിലെ ടീച്ചേഴ്സിനും ഈ ഓരോ കുട്ടിയുടെയും കുടുംബ പശ്ചാത്തലങ്ങളെല്ലാം അറിയാം. കാരണം കുട്ടികൾക്ക് അവർ വളരെ നിഷ്കളങ്കതയോടുകൂടി സങ്കടം കൊണ്ട് ഇത് കേൾക്കണം. അതാണ് രക്ഷിതാക്കൾ കുട്ടിയെ മാനസികമായിട്ട് വിഷമിപ്പിക്കുന്ന സാഹചര്യങ്ങൾ ഒരുപാട് ഉണ്ടാകുന്നുണ്ട്. സാഹചര്യങ്ങൾ ഇപ്പം അങ്ങനെയാണ്. ഇത് വാസ്തവത്തിൽ വളരെ ക്ഷമയോടുകൂടി ഏതെങ്കിലും ഒരു ടീച്ചർ, എല്ലാ ടീച്ചേഴ്സിനും അതിന് കഴിയണമെന്നില്ല. ടീച്ചർ അതിനേക്കാളും പ്രശ്നത്തിലായിരിക്കും. ടീച്ചറിൻ്റെ വീട്ടിൽ അതിനേക്കാളും പല ട്രോമയുള്ളവർ കാണും. അത് സ്വാഭാവികമല്ലേ. ടീച്ചേഴ്സ് എന്ന് പറയുന്ന ഒരു സാമൂഹ്യ ജീവിയാണല്ലോ, സോഷ്യൽ അനിമലാണ്. നമ്മൾ മനുഷ്യരായിട്ടുള്ള എല്ലാവരും സോഷ്യൽ അനിമലാണ്. അപ്പോൾ അതിൻ്റെ ഇതൊക്കെയുള്ള സോഷ്യലൈസേഷനിൽ എല്ലാവർക്കും എപ്പോഴും എല്ലാറ്റിനെയും ഫേസ് ചെയ്യാനും അതിനെ ഓവർകം ചെയ്യാനും ഒക്കെ ഉള്ളൊരു കരുത്തും തൻ്റെ ഇടവും ഒന്നും ഉണ്ടാവണമെന്നില്ല. കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന, സാറിന് കൊടുക്കുന്ന ഒരു അഡ്വൈസ് എന്താണ് എന്ന് ചോദിച്ചാൽ സാർ എന്തായിരിക്കും പറയുക? കുട്ടികളോട് പറഞ്ഞു കൊടുക്കാനുള്ള തീർച്ചയായിട്ടും ഈ ഒരു ഗുരുശിഷ്യ സ്കൂൾ ലെവലിൽ കിട്ടുന്നത് പോലെ ഒരിക്കലും ഹയർ എഡ്യൂക്കേഷൻ ലെവലിൽ കിട്ടില്ല. അപ്പോൾ പ്രീ KG, LKG, UKG ആദ്യ അക്ഷരങ്ങൾ പഠിപ്പിക്കുന്ന
അധ്യാപകരെന്ന് പറയുന്നത് അവർ ജീവിതത്തിൽ ഒരിക്കലും മറക്കില്ല. നമ്മൾ നേരത്തെ പറഞ്ഞ ഒരുപാട് സെലിബ്രിറ്റീസിൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാലും ആരോട് ഇപ്പം എന്നോട് ചോദിച്ചാലും ഞാൻ പണ്ട് എന്നെ പഠിപ്പിച്ചുള്ള വള്ളിയമ്മ ടീച്ചർ, അല്ലെങ്കിൽ ബി വി ടീച്ചർ, ലക്ഷ്മിക്കുട്ടി ടീച്ചർ, ഇങ്ങനെയുള്ള ടീച്ചർമാരുടെ പേര് പറയും. അതേ സമയത്ത് എനിക്ക് സ്കൂളിൽ ഹയർ ക്ലാസ്സുകളിൽ പഠിപ്പിച്ചവരുടെയോ കോളേജിൽ പഠിപ്പിച്ചവരുടെയോ പേരറിയാം, എന്നാലും അവരെക്കുറിച്ച് പറയാനായിരിക്കില്ല നമുക്ക് താല്പര്യം കൂടുതൽ. അപ്പം അതുകൊണ്ട് സ്വാഭാവികമായിട്ടും പഴയ ആദ്യ അക്ഷരങ്ങൾ തുടങ്ങി നമ്മുടെ 1, 2, 3 ക്ലാസ്സുകൾ, പ്രൈമറി ക്ലാസ്സുകളിൽ പഠിപ്പിക്കുന്ന അധ്യാപകരോടുള്ള റിലേഷൻഷിപ്പ് അന്നും ഇന്നും ആ ഒരു ഗുരുശിഷ്യ ബന്ധത്തിന് അതിൻ്റേതായ വാല്യൂ ഉണ്ട്. അതിന് ഒരുപാട് ഇൻഡെപ്ത് ആയിട്ടുള്ള റിലേഷൻഷിപ്പും അവർക്ക് തങ്ങളിൽ ഉണ്ടാകും. കാരണം അവർക്ക് അത്രമാത്രം അമ്മയ്ക്ക് തുല്യമായ സ്നേഹം ഈ അധ്യാപകരോട് കുട്ടികൾക്കുണ്ട്. ഈ ടീച്ചർമാർക്ക് അതേപോലെ മാതൃതുല്യമായിട്ടുള്ള സ്നേഹം തിരിച്ചു കൊടുക്കണം. അപ്പോൾ ആ ഒരു സ്നേഹം നിലനിർത്തി കൊണ്ടുപോകാൻ ആയിട്ട് കുട്ടികൾക്ക് നമ്മളെപ്പോഴും ആ ഒരു അതിൻ്റെ വാല്യൂ എന്താണെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ്. അത് ശരി. ഇനി മാതാപിതാക്കളോട്, കുട്ടികളോട് നമ്മൾ പറയുന്ന പോലെ തന്നെ മാതാപിതാക്കൾക്കും ക്ലാസ് കൊടുക്കേണ്ടത് അനിവാര്യതയാണല്ലോ. അപ്പം മാതാപിതാക്കളോട് എന്തായിരിക്കും പറയുക? മാതാപിതാക്കൾ എന്ന് പറയുന്നവർ തീർച്ചയായിട്ടും പലപ്പോഴും ഈ പറഞ്ഞ ആദ്യ പ്രായത്തിൽ ജനിച്ച ഉടനെ തന്നെ ഒരുപാട് ഇഷ്ടപ്പെടുകയും ഒരുപാട് സ്നേഹിക്കുകയും കുട്ടിയെ ഒരുപാട് ഓമനിക്കുകയും ഒക്കെ ചെയ്യും, കൊഞ്ചിക്കുകയും ഒക്കെ ചെയ്യും. പക്ഷെ പിന്നീട് മുതിർന്നു വരുമ്പോൾ ഒരു അച്ഛന്മാർക്കൊരു ധാരണയുണ്ട്, സ്നേഹം പ്രകടിപ്പിക്കാനുള്ളതല്ല, സ്നേഹം പ്രകടിപ്പിക്കാനുള്ളതല്ല, ഞാൻ കുറച്ച് സ്ട്രിക്റ്റ് ആയിട്ടിരുന്നാലേ എന്നെ അച്ഛനായിട്ട് അംഗീകരിക്കുകയുള്ളൂ. പ്രത്യേകിച്ച് എൻ്റെ ഭാര്യയും എന്നെ ഭർത്താവായിട്ടുള്ള 2 കുട്ടികളുടെ അല്ലെങ്കിൽ ഒരു കുട്ടിയുടെ ആയിരുന്നാലും അച്ഛനായിട്ടുള്ള രീതിയിൽ. അപ്പം അതുകൊണ്ട് അച്ഛന് കുറച്ച് വെയിറ്റ് ഇടും. ഇത് അങ്ങനെ വരുമ്പോഴൊരു അവിടെ മുതൽ യഥാർത്ഥത്തിൽ അകൽച്ചയുണ്ടാവും. വാസ്തവത്തിൽ അച്ഛനും അമ്മയും ആൺ പെൺ വ്യത്യാസമില്ലാതെ ജെൻഡർ ഡിഫറൻസസ് ഒന്നും അവിടെ ഇല്ല. രണ്ടുപേരെയും ഈ നമ്മൾ തീർച്ചയായിട്ടും ആദ്യം കുഞ്ഞിനെ എടുത്ത് ഉമ്മ കൊടുത്ത് താലോലിച്ച് സ്നേഹിച്ച് ഇങ്ങനെ കൊണ്ട് നടക്കില്ലേ, അത് ഇപ്പം മുതിർന്നു കഴിയുമ്പോൾ അവരെ എടുത്തുകൊണ്ട് നടക്കാൻ പറ്റില്ലെങ്കിൽ തന്നെയും വല്ലപ്പോഴുമൊക്കെ അവരുടെ നെറുകയിലെങ്കിലും നല്ല മധുര ചുംബനം കൊടുക്കാൻ അമ്മയും അച്ഛനും അവർ 9ലും 10ലും 11ലും 12ലും ഡിഗ്രിക്കും ഒക്കെ പഠിക്കുമ്പം പോലും നമ്മൾ പലപ്പോഴും കാലത്ത് വിവാഹം കഴിഞ്ഞൊക്കെ മണ്ഡപത്തിൽ നിന്നൊക്കെ ഇറങ്ങി പോകാൻ നേരത്ത് നാട്ടുകാരെയൊക്കെ കാണിക്കാനായിട്ട് അച്ഛനും ചുംബിക്കും, അമ്മയും ചുംബിക്കും. ഫോട്ടോഗ്രാഫർ പറഞ്ഞിട്ടാ. ഇതെല്ലാം ആർട്ടിഫിഷ്യലായിട്ട് ഞാൻ അങ്ങനെ കാണുന്നത്. അതല്ലാതെ എപ്പോഴെങ്കിലും എപ്പോഴും നമ്മളിപ്പം എല്ലാ ദിവസവും ഒന്നും അങ്ങനെ ആ ഒരു സ്ഥലത്തിലൊരു മുഹൂർത്തം ഉണ്ടാവണമെന്നില്ല. അല്ലാതെ ഒരു പക്ഷേ നല്ല രസകരമായ മോള് എന്തെങ്കിലും നമ്മളിപ്പോൾ പലപ്പോഴും വളരെ അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പല നല്ല സന്ദർഭങ്ങളിലും വീടുകളിലുണ്ടാവും. അപ്പോഴവർക്കൊരു ഉമ്മ കൊടുത്താൽ മതി. അവർക്ക് വേറെ ചോക്ലേറ്റ് വാങ്ങി കൊടുക്കണ്ട, ഐസ്ക്രീം വാങ്ങി കൊടുക്കണ്ട, അവർക്ക് മട്ടൻ ബിരിയാണിയോ ചിക്കൻ ബിരിയാണിയോ ഫ്രൈഡ് റൈസോ ഒന്നും വാങ്ങി കൊടുക്കണ്ട. അതിനേക്കാളും വലുതാണ് ആ അന്നേരം കൊടുക്കുന്ന അച്ഛനിൽ നിന്ന് കിട്ടുന്ന ആ ഒരു സ്നേഹചുംബനം, അമ്മയിൽ നിന്ന് കിട്ടുന്ന അമിത അവർക്ക് മാറോടണച്ച് സ്നേഹിക്കാം. അവിടെ മകൾ വ്യത്യാസം ഉണ്ടാവരുത്. പക്ഷെ ഇതുപോലെ തന്നെ വളരെ ഡിബേറ്റബിൾ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഈ സ്കൂളുകളിൽ സെക്സ് എഡ്യൂക്കേഷൻ കൊണ്ടുവരേണ്ടതുണ്ടോ എന്നുള്ള കാര്യം. കാരണം ഇത് പറഞ്ഞു കൊടുക്കാൻ ഇപ്പം ഞാൻ ഓർക്കുന്നുണ്ട്, പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ ബയോളജിയിൽ ഇങ്ങനെ ഒരു റീപ്രൊഡക്റ്റീവിൻ്റെ പാഠം വരുമ്പോൾ ടീച്ചേഴ്സ് വളരെ വേഗമായിട്ട് അങ്ങ് പറഞ്ഞു തരും, ആ ബാക്കിയൊക്കെ നിങ്ങൾ തന്നെ പഠിച്ചോ എന്നുള്ള അവസ്ഥയാണ്. അങ്ങനെ ടീച്ചേഴ്സിന് പോലും ഇപ്പോൾ ഒരു മടിയാണ് അതൊക്കെ പറഞ്ഞു കൊടുക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ സ്കൂളിൽ അതിന് സെക്സ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ആ ഒരു പോർഷനെ എങ്ങനെയാണ് ഡീൽ ചെയ്യാറുള്ളത്? ഇപ്പോൾ കുട്ടികൾക്ക് ഇവയെല്ലാം പഠിക്കാനായിട്ടുള്ള സോഴ്സസ് റെഡിലി അവൈലബിൾ ആണ്. അവരുടെ കൈവശമുള്ള മൊബൈലിൽ നിന്നും മറ്റു ടാബിൽ നിന്നും ലാപ്ടോപ്പിൽ നിന്നും ഇവൻ യഥാർത്ഥത്തിൽ ബിഗ് സ്ക്രീനിൽ പോലും ഇതെല്ലാം നോക്കി കണ്ടു പഠിക്കാൻ അവർക്കൊരു മടിയില്ല. മാത്രമല്ല ഇതെല്ലാം തന്നെ പഴയതിനേക്കാളും കുറെ കൂടെ ഓപ്പൺ ആയിട്ട് കുട്ടികൾക്ക് അവൈലബിൾ ആണ്. അതിലെല്ലാം തന്നെ കുട്ടികൾ പലതും മനസ്സിലാക്കുന്നത് തെറ്റായ കാര്യങ്ങളാണ്, തെറ്റായ ഇൻഫർമേഷനാണ്. അപ്പോൾ അതിന് തീർച്ചയായിട്ടും സ്കൂളിലെ അധ്യാപകർ ഈ പറഞ്ഞതുപോലെ ബയോളജി ടീച്ചേഴ്സിന് പ്രത്യേകിച്ചും അതിനകത്തുള്ള കണ്ടന്റിനകത്തുള്ള കാര്യങ്ങൾ വ്യക്തമായി കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടതാണ്. ഇപ്പം ഞങ്ങളുടെ സ്കൂളിലാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ മുൻപാണെങ്കിൽ 9, 10, 11, 12 കുട്ടികൾക്ക് കൊടുത്തിരുന്നത് 6, 7, 8ലായി. ഇപ്പം ഈവൻ
3, 4, 5 സ്റ്റുഡൻസിന് പോലും ഈവൻ സെക്കൻഡ് സ്റ്റാൻഡേർഡിലുള്ള കുഞ്ഞിന് പോലും അത്യാവശ്യം വേണ്ടുന്ന ആ പ്രായത്തിൽ കുഞ്ഞ് അറിയേണ്ട കാര്യങ്ങൾ ടീച്ചേഴ്സ് പറഞ്ഞു കൊടുത്താൽ അമ്മമാർക്ക് ഒരു ലിമിറ്റേഷൻസ് ഉണ്ടാവും. അത് അവർക്ക് ഞാൻ ഈ പ്രായത്തിൽ പറയേണ്ട ആവശ്യമുണ്ടോ എന്ന് തോന്നാം. പക്ഷേ ഇപ്പോഴത്തെ ഈ പറഞ്ഞതുപോലെ നമ്മുടെ ഫുഡിൻ്റെയും മറ്റു ചേഞ്ചസ് വന്നപ്പോഴേക്കും കുട്ടികൾക്ക് വളരെ മച്യൂർ ആകുന്നതൊക്കെ വളരെ നേരത്തെയാണ്, പെൺകുഞ്ഞുങ്ങൾ പ്രത്യേകിച്ച്. പക്ഷേ ഇതൊക്കെ വാസ്തു ടീച്ചേഴ്സിന് കുട്ടിയെ തീർച്ചയായിട്ടും അവരുടെ അടുത്ത് ഈ പറയുന്ന ഹോർമോണൽ ചേഞ്ചസിലുണ്ടാകാവുന്ന മാറ്റങ്ങളെക്കുറിച്ച്, അതിലൂടെ ഉണ്ടാകുന്ന ബോഡി ചേഞ്ചസിലുണ്ടാകുന്ന മാറ്റങ്ങളെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാവുന്നത് ഒരു തെറ്റുമില്ല, ഒരു കുഴപ്പമില്ല. കാരണം അവർക്ക് യഥാർത്ഥത്തിൽ ടീച്ചർ പറഞ്ഞു കൊടുക്കുമ്പോഴേക്കും, ഇപ്പോൾ ടീച്ചർ തന്നെ ഞാൻ ഉദാഹരണം പറയാൻ പാടില്ല, എന്നാലും ഞാൻ ജസ്റ്റ് സൂചിപ്പിക്കാം. കുട്ടികൾ യഥാർത്ഥത്തിൽ ടീച്ചറിനെ കുറിച്ച് വർണ്ണിച്ചുകൊണ്ടുള്ള കാര്യങ്ങൾ തന്നെ ചിലപ്പോൾ അവരുടെ ഇംഗ്ലീഷ് എസ്സേയിലോ ഒക്കെ എഴുതി വെക്കാറുണ്ട്, സ്വന്തം ടീച്ചറിനെ കുറിച്ച് എഴുതി വെക്കാറുണ്ട്. കാരണം അവർക്ക് അന്നേരം യഥാർത്ഥത്തിൽ വളരെ ഒരു പരീക്ഷ എഴുതുന്ന സമയത്തായിരിക്കാം അങ്ങനെയുള്ളൊരു ചിന്താഗതി ഉണ്ടാകുന്നത്. ഇത് ടീച്ചർ കണ്ടിട്ട് അതിനെ വാസ്തവത്തിൽ ആ കുട്ടിയെ ഒരിക്കലും കുറ്റപ്പെടുത്തരുതെന്നാണ് ഞാൻ പറയുന്നത്. ആ കുട്ടിയെ ടീച്ചർ വിളിച്ചിട്ട് ആ എഴുതിയ ക്വസ്റ്റിനും ആൻസർ ഇട്ട് കൊടുക്കണം. അവൻ എഴുതായാലും ഇംഗ്ലീഷിലാണല്ലോ എഴുതിയിരിക്കുന്നത്, ഉത്തരം ശരിയല്ലായിരിക്കാം. പക്ഷേ ആ ടീച്ചർ ആ കുട്ടിയെ വിളിച്ച് എന്നിട്ട് പേഴ്സണലി വിളിച്ച് പറയാം. കോമൺ ആയിട്ട് ക്ലാസ്സിൽ വെച്ച് ഇൻസൾട്ട് ചെയ്യാൻ ഞാൻ എപ്പോഴും പറയാം, ഒരു കുട്ടിയെയും ടീച്ചറിനോ അമ്മയ്ക്കോ അച്ഛനോ ആരെയും ഇൻസൾട്ട് ചെയ്യാനുള്ള യാതൊരു അവകാശവും അധികാരവും ഇല്ല. അവരെല്ലാം ഞാൻ പറഞ്ഞതുപോലെ വ്യക്തികളാണ്. ആ വ്യക്തിക്ക് വേണ്ടുന്നതായിട്ടുള്ള റെസ്പെക്റ്റ് കൊടുക്കണം. പ്രാധാന്യം എന്നുള്ളൊരു റെസ്പെക്റ്റ് കൊടുക്കണം. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും കുട്ടികളെ കോമൺ ഒരു ക്ലാസ് റൂമിൽ വെച്ച് ഇൻസൾട്ട് ചെയ്യാൻ, കുറ്റപ്പെടുത്താൻ പാടില്ല. പിന്നെ തീർച്ചയായിട്ടും വിളിച്ചിടാൻ മോനെ സ്നേഹത്തോട് വിളിച്ച് മാറോട് തന്നെ അടച്ച് ടീച്ചറിന് സംസാരിക്കാം, ഒരു തെറ്റുമില്ല. അപ്പോഴേക്കും അവൻ യഥാർത്ഥത്തിൽ ഒരുപക്ഷെ പെട്ടെന്നൊരു തോന്നുന്നു, ഞാൻ ഇത്രയും മോശമായിട്ട് ടീച്ചറിനെ വർണ്ണിച്ചത്, ടീച്ചർ പോലും എന്നെ ഇത്രയും ടീച്ചറിനെ കുറിച്ച് വർണ്ണിച്ചതെല്ലാം മോശപ്പെട്ട ഓരോ ഭാഗങ്ങളാണ്. പക്ഷെ ആ ടീച്ചർ അവനെ വിളിച്ച സ്നേഹത്തോടെ സ്വന്തം മോനെ പോലെയാ, അല്ലെങ്കിൽ സ്വന്തം അനുജനെ പോലെ സ്നേഹിക്കുമ്പോഴേക്കും അവൻ ആ ഫീലിങ്സ് എല്ലാം അവൻ ഒരിക്കലും അവൻ ഒന്നും ചോദിക്കണ്ട, നീ എന്തിനാ മോനെ ഇങ്ങനെയൊക്കെ എഴുതി വെച്ചത്, ഇതൊക്കെ തെറ്റല്ലേ എന്നൊന്നും പറഞ്ഞ് അവനെ തിരുത്താൻ പോണ്ട. അവൻ പിന്നീട് അവൻ്റെ ഫ്രണ്ട്സിനോട് പോയി പറയും, എടാ ഞാനും വേണ്ടാ നിനൊക്കെ എഴുതി വെച്ചത് തെറ്റായിട്ട് അതൊക്കെ ടീച്ചറിനെ വിളിച്ച് സ്നേഹമായിട്ട് പിടിച്ച് ചുംബിച്ചടാ. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് വല്ലാതൊരു കുറ്റബോധം തോന്നി എന്ന് കുട്ടി പറയും. അത് മതി, ദാറ്റ്സ് നഫ്. അപ്പോൾ ഈ കുട്ടി അവിടെ തന്നെ, ആ കുട്ടിയും കൂട്ടുകാരായ മറ്റ് കേൾക്കുന്നവരും ഈ ടീച്ചറിനെ മോശമായി നോക്കില്ല. ഈ ടീച്ചറിനല്ല, ഒരു ടീച്ചറിനെ കുറിച്ചും ആ ഒരു സെക്ഷലായിട്ടുള്ളൊരു കണ്ണോടുകൂടി നോക്കില്ല അല്ലെ. ഇപ്പൊ നമ്മൾ പറയുന്ന കേൾക്കുമ്പോഴേ ഒരു സ്കൂൾ തന്നെ നടത്തിക്കൊണ്ട് പോകാൻ എന്തുമാത്രം ബുദ്ധിമുട്ടുകളാണ്. ഇങ്ങനെ ഓരോ ദിവസവും ഏതൊക്കെ തരത്തിൽ നമ്മൾ സ്വപ്നത്തിൽ പോലും കാണാത്ത തരത്തിലുള്ള പ്രശ്നങ്ങളായിരിക്കും വന്നുപെടുന്നത്. അപ്പൊ ഇത്രമാത്രം ഒരു 9 or 10 സ്കൂളുകൾ മാനേജ് ചെയ്യുക, അതിൽ ഇത്രമാത്രം സ്റ്റുഡൻസിനെ മാനേജ് ചെയ്യുക എന്ന് പറയുന്ന ഒരു ഹെർക്കൂലിയൻ ടാസ്ക് തന്നെയല്ലേ. അതെങ്ങനെയാ സാർ ഇത്ര വിജയകരമായി നടത്തിക്കൊണ്ടു പോകുന്നത്? എനിക്കതൊരു ഹെർക്കൂലിയൻ ടാസ്ക് അല്ല. ഹെർക്കൂലിയൻ ആയിട്ട് വേണമെങ്കിൽ അതിന് അത്തരം വാക്കുകളൊക്കെ ഉപയോഗിച്ച് നമുക്കതിനെ പർവ്വതീകരിച്ചൊക്കെ പറയാം. പക്ഷെ അത് ഞാൻ എൻജോയ് ചെയ്തുകൊണ്ടാണ് ചെയ്യുന്നത്. എൻ്റെ ഒരു പാഷനാണ്. ബിക്കോസ് ഞാനൊരു ഒരു പുതിയ തലമുറയെ വാർത്തെടുക്കുന്നതിൽ ഞാനും കൂടി ഒരു ഭാഗമാക്കുന്നുണ്ട് അധ്യാപകർക്കൊപ്പം. ഞാൻ ഇതിനകത്ത് മാറി നിന്നൊരു കാഴ്ചക്കാരനായിട്ട് ഇതുപോലെ ഇവരൊക്കെ വീഡിയോ എടുക്കുന്നത്, നമ്മുടെ വീഡിയോ എടുത്തോണ്ടിരിക്കുവാണല്ലോ. അതുപോലെ ഞാൻ പോയി അവരെ ക്യാമറയിൽ പകർത്തി അല്ലല്ലോ, ഞാൻ അവരെ ഡെയിലി അവരുടെ പെരുമാറ്റത്തിലുണ്ടാകുന്ന ശരിയാണ് നമ്മൾ കൂടുതൽ കാണേണ്ടതും, അതിനെയാണ് നമ്മൾ എപ്പോഴും അപ്രീഷിയേറ്റ് ചെയ്യേണ്ടത്. ടീച്ചേഴ്സിൻ്റെ ഭാഗത്തായിരുന്നാലും കുട്ടികളുടെ ഭാഗത്തായിരുന്നാലും പാരൻസിൻ്റെ ഭാഗത്തായാലും അത് ഞാൻ ഒരുപാട് അതിന് സമയം അതിന് വേണ്ടി ഞാൻ വളരെ കോൺഷ്യസ് ആയിട്ട് ശ്രദ്ധിക്കാറുണ്ട്. അപ്പോൾ തെറ്റുകൾ കാണുമ്പോഴേക്കും സ്വാഭാവികമായിട്ടും പറഞ്ഞാൽ അവർ എന്നെ ഇത്രയും അപ്രീഷിയേറ്റ് ചെയ്യുന്നൊരു സാറല്ലേ, അപ്പോൾ സാറിൻ്റെ തെറ്റുകൾ കണ്ടാൽ എന്നെ പറയാനുള്ള അധികാരവും അവകാശവും സാറിനുണ്ട്. അപ്പോൾ അതെന്ന് പറയുമ്പോൾ ടീച്ചറെ ഇത് ശരിയല്ല, ടീച്ചർ ഈ ഒരു സമീപനം കുട്ടിയോട് കാണിക്കരുത്, അല്ല മോൻ അവനോട് വഴക്കുണ്ടാക്കരുത്, ആ കുട്ടിയല്ലേ അപ്പക്കുട്ടിയെ, നീ അവനെ പ്രേമിച്ചോ അവളെ പ്രേമിച്ചോ, പക്ഷെ അവളെ ഇൻസൾട്ട് ചെയ്യരുത്, അവൾക്ക് നിന്നെ ഇഷ്ടമല്ല എന്ന് പറഞ്ഞാൽ നീ വിട്ടുകളാ, നമുക്ക് വേറെ പെൺകുട്ടികളുണ്ടല്ലോ. അപ്പോൾ സാറിൻ്റെ ഒരു കരിയറിൽ സാറ് അഭിമുഖീകരിച്ച ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു പ്രശ്നം എന്തായിരിക്കും? പലപ്പോഴും യഥാർത്ഥത്തിൽ ഈ കുട്ടികള് വീടുകളിൽ പോയി പലപ്പോഴും പല കാര്യങ്ങളും പറയുമ്പോൾ പാരൻസിൻ്റെ ഇടയിൽ
പാരൻസ് മനഃപൂർവ്വം അല്ല. കാരണം എന്നെ പോലൊരാൾ ഇത്രയും ഒരു ഓല ഷെഡിൽ നിന്ന് പാരലൽ കോളേജ് നടത്തി അവിടെ നിന്ന് ഇതുപോലെ 3 CBSE സീനിയർ സെക്കൻഡറി സ്കൂൾസ്, ഞാൻ 3 കുറിച്ചേ പറയുള്ളൂ, മറ്റു പ്രൈമറി സ്കൂളുകളാണ്. എന്നാലും അവിടെയും ടീച്ചേഴ്സ് ഉണ്ട്, കുട്ടികളും ഉണ്ട്, അവിടെയും ഞങ്ങൾക്ക് പാരൻസ് ഉണ്ട്. അപ്പോൾ ഇത്രയൊക്കെ വലിയ സ്ഥാപനങ്ങളായി. അപ്പം ഞാൻ ഒരുപാട് പണം സമ്പാദിച്ചു, വലിയ സമ്പന്നനായി എന്ന് കരുതുന്നവർ ഒരുപാടുണ്ട്. എനിക്ക് അവർ കരുതുന്നതിൻ്റെ 10 ഇരട്ടി ലോൺ ബാധ്യത, സാമ്പത്തിക ബാധ്യത വേറെയുണ്ട്. ഞാനൊരു ബിസിനസ് പെർസ്പെക്റ്റീവിലൂടെ ചോദിക്കട്ടെ. അതായത് ഈ സ്കൂളുകൾ നടത്തുക എന്ന് പറയുന്നത് കൊമേഴ്ഷ്യലി ഒരുപക്ഷെ പ്രോഫിറ്റബിൾ ആയിരിക്കും, അതുപോലെ തന്നെ ഇതിന് റിസ്ക് ഫാക്ടേഴ്സും ഉണ്ട്. അപ്പോൾ ഇതിൽ ഏതിനായിരിക്കും കൂടുതൽ വെയിറ്റ്? റിസ്ക് ഫാക്ടേഴ്സിനാണോ അതോ ആ പ്രോഫിറ്റിനായിരിക്കും? വാസ്തവത്തിൽ ഇതിനകത്ത് പ്രോഫിറ്റ് എന്ന് പറയുന്നൊരു ഒരു ഒരു ഭാഗം ഇല്ല എന്ന് വേണം പറയാൻ. ആണോ? എന്ന് പറഞ്ഞാൽ ആരും അംഗീകരിച്ചു തരില്ല. എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞു? യഥാർത്ഥ CBSE സ്കൂൾസ് ആയിരുന്നാലും അൺഎയ്ഡഡ് മെയിൻഡ് സ്കൂൾസ് എല്ലാം തന്നെ ചാരിറ്റബിൾ ട്രസ്റ്റ് ആയിട്ടിലാണ് രജിസ്റ്റർ ചെയ്ത് നടത്തുന്നത്. അപ്പോൾ ഇതിനകത്ത് സ്വാഭാവികമായിട്ടും ഫണ്ട് സർപ്ലസ് വരും. എല്ലാ സ്കൂളിലും കിട്ടണമെന്നില്ല. പല സ്കൂൾസും നഷ്ടത്തിലാണ്. കേരളത്തിലെ ബഹുഭൂരിപക്ഷം സ്കൂളുകളും സാമ്പത്തിക നഷ്ടത്തിൽ നടക്കുന്നുണ്ട്. എന്നാൽ സാമ്പത്തിക ലാഭമുള്ള സ്കൂളുകളും ഉണ്ട്. പക്ഷേ ഈ ലാഭം എന്ന് പറഞ്ഞിട്ട് അതിനകത്ത് പ്രോഫിറ്റ് എടുത്ത് ഇത്ര ലക്ഷം രൂപ ഓരോ വർഷവും അല്ലെങ്കിൽ ഇത്ര കോടി രൂപ ഓരോ വർഷവും മാറ്റാൻ കഴിയില്ല. അങ്ങനെയെങ്കിൽ അങ്ങനെ മാറ്റുന്ന സ്കൂളുകൾ വളരില്ല. അതിന് പിന്നെ ഡൗൺഫോളേ ഉണ്ടാവുള്ളൂ, പ്രോഗ്രസ് ഉണ്ടാവില്ല. കാരണം വീണ്ടും വീണ്ടും നമുക്ക് ഇങ്ങനെ റിക്വയർമെൻറ്റ്സ് കൂടിക്കൊണ്ടിരിക്കും, ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പോൾ ബിൽഡിങ്ങുകൾ കെട്ടുക മാത്രമല്ല ഇൻവെസ്റ്റ്മെൻറ്റ് പറയുന്നത്. ഇപ്പോൾ വാസ്തവത്തിൽ ഇപ്പോൾ നമ്മൾ കമ്പ്യൂട്ടർ സബ്ജക്ട്സ് നമ്മളിപ്പോൾ യഥാർത്ഥത്തിൽ ഒരുപാട് സബ്ജക്ട്സ് കമ്പ്യൂട്ടർ റിലേറ്റഡ് ആയിട്ടുണ്ട്. കമ്പ്യൂട്ടർ സയൻസ് ഉണ്ട്, IT ഉണ്ട്, ഇൻഫർമേഷൻ ടെക്നോളജി ഉണ്ട്, IP ഇൻഫർമേഷൻ പ്രാക്ടീസ് ഉണ്ട്, അതുപോലെ മൾട്ടിമീഡിയ ഉണ്ട്, AI ഉണ്ട്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉണ്ട്, അതുപോലെ ഡേറ്റാ സയൻസ് ഉണ്ട്. ഇങ്ങനെ 6-7 സബ്ജക്ട്സ് ഉണ്ട്. ഈ മൾട്ടിമീഡിയയോ അതുപോലെ തന്നെ AIയോ പോലുള്ള സബ്ജക്ട്സ് പഠിപ്പിക്കണമെങ്കിൽ അത്രയും അഡ്വാൻസ്, ഇപ്പം നമ്മൾ 17 പ്രോയും നമ്മൾ വാങ്ങുന്നത് പോലെ 7+ മറ്റുമൊക്കെ ആയിട്ടുള്ള ഏറ്റവും അഡ്വാൻസ്ഡുള്ള കമ്പ്യൂട്ടർ വാങ്ങണം. ഈ കമ്പ്യൂട്ടർ വാങ്ങണം, അതുമായിട്ട് അസോസിയേറ്റ് പലതും അതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്യണം. ഇത് പുതുതായിട്ട് വാങ്ങും തോറും ഇൻവെസ്റ്റ്മെന്റ് കൂടുകയാണ്. പാരൻസിന് ഇതൊന്നും അറിയില്ല. പാരൻസ് നോക്കുമ്പോൾ കമ്പ്യൂട്ടർ ലാബുണ്ട്, എന്നും ഒരു കമ്പ്യൂട്ടർ അല്ല ഉപയോഗിക്കുന്നത്. അഗൈൻ ആൻഡ് അഗൈൻ വി ആർ ഇൻവെസ്റ്റിംഗ് ഇൻ വേരിയസ് ആസ്പെക്ട്സ്. അപ്പോൾ ഇങ്ങനെ വീണ്ടും അതിനകത്ത് അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഒരു സ്കൂൾസ് എന്ന് പറയുന്നത്, എസ്പെഷ്യലി സ്കൂൾസ് ഒരു പ്രോഫിറ്റ് മോട്ടീവോടുകൂടി പ്രോഫിറ്റ് ഓറിയൻറ്റഡ് ആയിട്ട് പ്രവർത്തിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിനൊരു 10, 15, 20 വർഷത്തെ ലൈഫേ കാണുള്ളൂ. അത് കഴിഞ്ഞാൽ സ്കൂള് ഉണ്ടാവില്ല, സ്കൂളേ കാണില്ല. മനസ്സിലായി. ഇപ്പോൾ ഒരു ജ്യോതിസ് ഗ്രൂപ്പ് ഓഫ് സ്കൂൾസിന്റെ ഒരു ചെയർമാൻ എന്നുള്ള നിലയിൽ എന്താണ് സാറ് കാണുന്ന ഒരു സ്വപ്നം? എന്താണ് ഗോൾ? എന്താണ്? എൻ്റെ കുട്ടികൾ എപ്പോഴും ഒരു 75% താഴെ അല്ലാത്ത രീതിയിൽ മാർക്ക് നേടുന്നവരാകുക കഴിവതും. അതിന് താഴെ ആയിപ്പോയി എന്ന് എഴുതിയിട്ട് അവരൊന്നും പരാജയപ്പെടുകയല്ല. അവരുൾപ്പെടെയുള്ളവർ യഥാർത്ഥത്തിൽ ജീവിതത്തിൽ വിജയം നേടുക. ഒരു കുട്ടിയെപ്പോലും നമ്മൾ നേരത്തെ സൂചിപ്പിച്ചല്ലോ, പല കുട്ടികൾ, 100 കണക്കിന് കുട്ടികൾ നമ്മുടെ ഈ ചെറിയ പ്രായത്തിൽ അവരുടെ ജീവൻ നഷ്ടപ്പെടുത്തി അവരുടെ അമ്മയും അച്ഛനും തീരാ കണ്ണീരോടുകൂടി വിട്ടിട്ട് പോയി. അങ്ങനെ ഒരു കുട്ടി പോലും നമ്മുടെ സ്കൂളിൽ ആ രീതിയിൽ അവരുടെ ജീവൻ പൊലിയുന്ന ഒരു സാഹചര്യം ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. എനിക്ക് 40 വർഷമായി ഞാൻ യഥാർത്ഥ വിദ്യാഭ്യാസ രംഗത്ത് വന്നിട്ട്. സ്കൂളിൽ പഠിച്ചിട്ടുള്ള കാലഘട്ടത്തിൽ അവർ 100% പ്രൊട്ടക്റ്റ് ചെയ്യാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എൻ്റെ സ്വപ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ റാങ്ക് നേടുക, അല്ലെങ്കിൽ സ്കൂളിന് എന്തെങ്കിലും വലിയ നേട്ടങ്ങൾ കൊയ്യുക എന്നുള്ളതല്ല. ഒരു കുട്ടി പോലും അവർക്ക് ജീവൻ നഷ്ടപ്പെടുത്താതെ അവരുടെ ജീവന് അതിൻ്റെതായ വില ഉണ്ടെന്ന് അവരെ ബോധ്യപ്പെടുത്തി അവർക്ക് അവരുടെ അച്ഛനും അമ്മയ്ക്കും എന്നും അവർ വിലപ്പെട്ട അമൂല്യമായ സ്വത്താണ് ഈ സ്വന്തം അമ്മയ്ക്കും അച്ഛനും മക്കളെന്ന് പറയുന്നത്. അതുകൊണ്ട് അമ്മയുടെ അച്ഛനെയും എന്നും അവർക്ക് തുണയായിട്ട് അവർക്കൊപ്പം നിങ്ങൾ ജീവിക്കണം. അതല്ലാതെ ഇടയ്ക്ക് വെച്ച് നിങ്ങൾ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ അമ്മയും അച്ഛനും അമ്മയും അച്ഛനുമാണ് പലപ്പോഴും അനാഥരാകുന്നത്. അപ്പോൾ ഇത് നമ്മുടെ കുട്ടികളെ മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി ഞാൻ ഒരുപാട് ശ്രമിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുട്ടികൾ ഒരിക്കലും, ഞങ്ങളുടെ സ്കൂളിൽ ഒരു കുട്ടി പോലും അവരെ സ്വയം അവരുടെ മരണം അവരായിട്ട് വിളിച്ചു വരത്തില്ല. അവർ മരണം വരിക്കില്ല. അവർ എന്നും അച്ഛൻ്റെ അമ്മയുടെയും ജീവിതകാലം വരെ അച്ഛനോടും അമ്മയോടും, അല്ലെങ്കിൽ അവർ വിവാഹിതരായി കഴിഞ്ഞാൽ അവരുടെ ഭാര്യയോടൊപ്പം, അവരുടെ മക്കളോടൊപ്പം അവർ കുടുംബമായിട്ട് ജീവിക്കുന്നത് കാണുകയാണ് എൻ്റെ
എൻ്റെ ആഗ്രഹം, സ്വപ്നമല്ലേ? എൻ്റെ സ്വപ്നം. ആണ്. അത്രയും എന്നായിരിക്കും ജ്യോതിസ് ഗ്രൂപ്പ് ഓഫ് സ്കൂൾസ് എറണാകുളം അല്ലെങ്കിൽ മറ്റ് ജില്ലകളിലേക്കൊക്കെ വ്യാപിക്കുന്നത്? ഇപ്പൊ തിരുവനന്തപുരത്തിൽ നിന്ന് മറ്റ് ജില്ലകളിൽ എനിക്ക് ആദ്യമേ പറഞ്ഞിരുന്നു, എൻ്റെ എല്ലാ അറ്റൻഷനും കൊടുക്കണം, എനിക്ക് എല്ലായ്പ്പോഴും എത്താൻ പറ്റുന്ന സ്ഥലത്താണ് ഞാൻ സ്കൂളുകൾ ആരംഭിച്ചതെന്ന് പറഞ്ഞെങ്കിൽ പോലും നമ്മൾ വിശാലമായി ചിന്തിക്കുമ്പോഴത്തേക്കും മറ്റു ജില്ലകളിലേക്ക് വരുന്നതും ഒരുപക്ഷെ മറ്റു സംസ്ഥാനങ്ങളിലേക്ക് പോകുന്നതും ഒക്കെ ആഗ്രഹിക്കുന്നുണ്ടാവില്ലേ? അങ്ങനെ ഒരു ആഗ്രഹമെങ്കിലും മനസ്സിൽ വരുന്നില്ലേ? മാഡം, ഇങ്ങനെയുള്ള ചോദ്യം വാസ്തവത്തിൽ ഞാൻ പണ്ട് ഒരു സ്കൂൾ മാത്രം നടത്തിയിരുന്നപ്പോൾ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആ, അപ്പോൾ അങ്ങനെ ചോദിക്കുമ്പോഴേക്കും പ്രത്യേകിച്ച് ഞങ്ങളുടെ സ്കൂളിൽ ഒരു ജെയിംസ് സാർ എന്നിട്ട് ഇംഗ്ലീഷിലെ HOD ഉണ്ട്. ഉം. അപ്പോൾ സാർ എന്നെ ഒരുപാട് പറയുമായിരുന്നു, സാർ വേറെ ബ്രാഞ്ച് തുടങ്ങണം. അപ്പോൾ ഞാനൊന്നും ജീവിതത്തിൽ തുടങ്ങില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഇപ്പോൾ 3 ബ്രാഞ്ചസ് ആയി. അത് ശരിയാണ്. അപ്പോൾ അതുപോലെ മറ്റ് ജില്ലകളിൽ തുടങ്ങിക്കൂടാ അല്ലെങ്കിൽ തുടങ്ങിയില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. കാരണം എനിക്ക് 2 മക്കളുണ്ട്. ഉം. ആ 2 പേരും അവരവരുടെ ഫീൽഡിലാണ് ഇപ്പം നിൽക്കുന്നതെങ്കിലും ഉം. ഭാവിയിൽ അവർ സ്കൂളുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് വരും അല്ലെ? വന്നേക്കും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ എന്നോടൊപ്പമുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. ഉം. അധ്യാപകരെന്ന് പറയുന്നവരൊന്നും ഞങ്ങളെ വെറും സ്റ്റാഫായിട്ടല്ല, അവരെല്ലാം ജ്യോതിസിൻ്റെ ഉം. തന്നെ സ്വന്തം ആൾക്കാരാണ്. സ്വന്തം ആൾക്കാരാണ്. ആ. അപ്പോൾ അവരെല്ലാവരും ചേർന്നിട്ട് നമുക്ക് കൂടുതൽ ബ്രാഞ്ചസ് തുടങ്ങാമെന്ന് പറയുമ്പോൾ എനിക്ക് തന്നെ എല്ലായിടത്തും ഓടണമെന്നില്ല. ഉം. എൻ്റെ മകനോ മകളോ മാത്രമായിട്ട് ഓടണമെന്നില്ല. അതെ. എൻ്റെ കൂടെയുള്ള സീനിയർ സ്റ്റാഫ് തന്നെ ഓരോ സ്കൂളുകൾ നോക്കാനായിട്ട് അവർക്ക് കപ്പാസിറ്റി ഉണ്ട്. ഉം. അങ്ങനെ അവർ ഏറ്റെടുക്കുകയാണെങ്കിൽ എത്ര സ്കൂൾ വേണമെങ്കിലും തുടങ്ങാൻ എല്ലാ ജില്ലകളിലും തുടങ്ങാം, മറ്റ് സംസ്ഥാനങ്ങളിലും ആ. തുടങ്ങാൻ കഴിഞ്ഞേക്കും. വിശാലമായ ആശയങ്ങളെ മുൻനിർത്തി പ്രവർത്തിക്കുന്ന ഒരു സ്കൂൾ. അതായത് ഈ പറഞ്ഞ പോലെ ഒരു കുഞ്ഞിനെ എല്ലാവരും സാധാരണ ചോദിക്കുമ്പോൾ എന്താ പറയുക, നല്ല കഴിവുള്ളവരാക്കി വളർത്തുക അല്ലെങ്കിൽ നല്ല മാർക്ക് വാങ്ങിക്കുന്ന കുട്ടികളാക്കി വളർത്തുക, അതൊക്കെയാണ് ഒരു സ്കൂളിൻ്റെ ലക്ഷ്യം, ബോധ്യം, ഒബ്ജക്റ്റീവ് എന്നൊക്കെ പറയും. പക്ഷെ അതൊന്നും അല്ലാതെ അച്ഛനും അമ്മയ്ക്കും എന്നും കാണാൻ പറ്റുന്ന രീതിയിൽ അച്ഛനും അമ്മയ്ക്കും ഒരു താങ്ങായി തണലായി മകനെ അല്ലെങ്കിൽ മകളെ വളർത്തുക എന്ന് ഒരു സ്കൂൾ ചെയർമാൻ പറയുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. ഒരു സ്കൂളിൻ്റെ ലക്ഷ്യം അതാണ് എന്നുള്ളത്. അപ്പോൾ ആ രീതിയിൽ തന്നെ വളർത്താനും കുട്ടികളെ ആ രീതിയിൽ നേർച്ചർ ചെയ്തെടുക്കാനും ജ്യോതിസ് ഗ്രൂപ്പ് ഓഫ് സ്കൂൾസിന് സാധിക്കുന്നുണ്ടെന്നാണ് സാറിൻ്റെ സംസാരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാവുന്നത്. അതങ്ങനെ തന്നെ തുടരട്ടെ, മറ്റ് ജില്ലകളിലേക്കും കൂടെ സ്കൂൾ വ്യാപിക്കട്ടെ. വിഷിംഗ് യു ഓൾ ദ വെരി ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം, സർ. താങ്ക് യു. താങ്ക് യു. താങ്ക് യു, സർ. Na 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 na.